അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാധാരണ ഈ തീവണ്ടിക്കകത്ത് പാചകം അനുവദിക്കില്ല, പൂജ അനുവദിക്കില്ല, അതേപോലെ അനാവശ്യമായിട്ട് അവിടെ മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ തീവണ്ടി യാത്രയിൽ അനുവദനീയമല്ല അല്ലേ? അടുത്ത കാലത്ത് ട്രെയിനിലെ ഹണിമൂൺ വിവാദം, ഹണിമൂൺ കോച്ച്, അതൊരിക്കലും നമ്മുടെ ടിക്ക് പണി കിട്ടി. അതേപോലെ ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ട്രെയിനിലെ ഹണിമൂൺ കോച്ച് ഹിറ്റായതിന് പിന്നാലെ ട്രെയിനിൽ പൂജ. 3 ലക്ഷത്തിന് ബുക്ക് ചെയ്ത സലൂൺ കാറിലായിരുന്നു പൂജ നടന്നത്. പശ്ചിമ എക്സ്പ്രസ് ട്രെയിനിൽ ദില്ലി മുംബൈ യാത്രക്കിടെയായിരുന്നു പൂജ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ആലോചിച്ച് നോക്കൂ, ഈ കൗതുകകരമായ കാര്യം, ഈ പൂജയിൽ പക്ഷേ തീയൊന്നും കൊളുത്തുന്നില്ല എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ തീവണ്ടിയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ പണം ബുക്ക് ചെയ്തായിരുന്നു പൂജ എന്ന വിശദീകരണവുമായിട്ട് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിട്ടുണ്ട്. പണം കൊടുത്താൽ റെയിൽവേക്കുള്ളിൽ ഈ പൂജ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. 3 ലക്ഷം രൂപ കൊടുത്ത സലൂൺ കാറിലായിരുന്നു ഈ പൂജ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ എനിക്കിനിയും മനസ്സിലാവാത്തത്, ഈ പൂജ നടക്കുന്ന സമയത്തെ ഇതിനൊരു തെക്കോട്ട് നോക്കണം എന്നൊക്കെ പറയുമല്ലോ. ഈ തെക്കോട്ട് നോക്കാൻ പറയുന്ന സമയത്ത് തീവണ്ടി വടക്കോട്ട് പോകും. അപ്പോൾ പിന്നെ ഈ തെക്കെങ്ങനെ ഇവർ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ വടക്കെങ്ങനെ ഇവർ കണ്ടുപിടിക്കും, കിഴക്കെങ്ങനെ ഇവർ കണ്ടുപിടിക്കും? ഇതൊന്നും ഇല്ലാതെ ഈ ഓടുന്ന തീവണ്ടിക്കകത്ത് പൂജ നടത്തിയുകൊണ്ട് ഫലിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ പൂജകൾ കൊണ്ട് എന്ത് ഫലം എന്നൊരു ചോദ്യം വേറെയുണ്ട്. പക്ഷേ നോബൽ മാനിക്കാരനുണ്ട്. നോബൽ, എന്താണ് നോബൽ റെയിൽവേയിൽ നടക്കുന്നത്? ഒരിടത്ത് ഹണിമൂൺ കോച്ച്, മറ്റൊരിടത്ത് പൂജ കോച്ച് അല്ലേ? അതിന് റെയിൽവേക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കും ഇനി റെയിൽവേ കമ്പാർട്ട്മെൻ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂജയും ഗണപതി ഹോമവും ഒക്കെ നടത്താൻ പറ്റുമായിരിക്കും അല്ലേ തീവണ്ടിക്കകത്ത്? അരുൺ, വലിയ കൗതുകം ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും നേരത്തെ മഹാരാഷ്ട്രയിൽ ജാൽനയിൽ നിന്ന് നവദമ്പതികൾ ഒരു ഹണിമൂൺ യാത്ര പോയത് വലിയ വിവാദമായിരുന്നു. അവർക്ക് AC കോച്ചിൽ മണിയറ അടക്കം ഒരുക്കിയത് വലിയ വിവാദമാവുകയും അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലയുണ്ടായിരുന്ന TTRന് സസ്പെൻഷൻ അടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പശ്ചിം എക്സ്പ്രസ്സിലാണ്. അതായത് ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് ഈ 10-ാം തീയതി യാത്ര ചെയ്ത ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ അകത്താണ് ഇത്തരത്തിൽ സലൂൺ കാറിൽ പൂജ നടത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായത്. വലിയ തരത്തിൽ ഇത് വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തു. പൂജ നടത്താനൊക്കെ അനുമതി ഉണ്ടോ എന്ന ചോദ്യമൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങളെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം സാധാരണഗതിയിൽ കാണുന്ന പോലെ ട്രെയിനിൻ്റെ അകത്ത് ആളുകൾ ഇരിക്കുന്നു, അതോടെ പൂജ ചെയ്യുന്നു, കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ഈ പശ്ചിം എക്സ്പ്രസിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇതിലിപ്പോൾ വിശദീകരണവുമായി റെയിൽവേ വ്യക്തമായിരിക്കുകയാണ്. റെയിൽവേ പറയുന്നത് ഇതൊരു സലൂൺ കാറായിരുന്നു. സലൂൺ കാർ എന്ന് പറഞ്ഞാൽ സാധാരണ യാത്രക്കാർക്കുള്ള കാർ കോച്ചല്ല, മറിച്ച് VIP-കൾക്കും VVIP-കൾക്കും ഒപ്പം വലിയ സമ്പന്നരായ ആളുകൾക്കും വേണ്ടിയുള്ള കോച്ചാണ്. ഇതിൽ ബെഡ്റൂമുകളുണ്ട്, AC ബെഡ്റൂമുകളുണ്ട്, കിച്ചണുണ്ട്, സെപ്പറേറ്റ് ബാത്റൂമുണ്ട്. അത്തരത്തിലുള്ള ലക്ഷറി സംവിധാനമുള്ള കോച്ചാണ് എന്നാണ് ഇതിൽ റെയിൽവേ ഒരു വിശദീകരണം നൽകുന്നത്. 3 ലക്ഷത്തിലധികം രൂപ കൊടുത്താണ് ഈ യാത്ര ചെയ്ത ആളുകൾ ഈ കോച്ച് ബുക്ക് ചെയ്ത് ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു ഇവരുടെ യാത്ര. ഈ യാത്രക്കിടയിലാണ് ഇവർ എന്താണെങ്കിൽ ഈ പൂജ നടത്തിയത്. ഇതിൽ മറ്റ് ചട്ടലംഘനങ്ങളില്ല എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. അതേസമയം നേരത്തെ ഹണിമൂൺ യാത്രയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ റെയിൽവേ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും പശ്ചിം എക്സ്പ്രസിൽ ഈ പറഞ്ഞ 3 ലക്ഷം രൂപയ്ക്ക് സലൂൺ കാർ ബുക്ക് ചെയ്താണ് ഈ പോയ ആളുകൾ ഇത്തരത്തിൽ പൂജ നടത്തിയത്. അരുൺ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾ ഇതിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തെക്കോട്ടും വടക്കോട്ടൊക്കെ നോക്കി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ഒന്നും ട്രെയിനിൽ ഉണ്ടാകുമോ എന്നൊക്കെ വലിയ സംശയമാണ്. പക്ഷേ എന്താണെങ്കിലും ഈ യാത്രക്കിടയിൽ ഇവർ പൂജ നടത്തി എന്നത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പക്ഷേ റെയിൽവേ ഇതിൽ ചട്ടലംഘനം ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3 ലക്ഷത്തിലധികം രൂപ കൊടുത്ത് സലൂൺ കാർ ബുക്ക് ചെയ്തവർക്ക് വേണമെങ്കിൽ പൂജ ചെയ്യാം എന്നാണ് റെയിൽവേയുടെ നയം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. VVIP-കൾക്കും VIP-കൾക്കും സമ്പന്നർക്കും വേണ്ടി മാത്രമുള്ള കോച്ചാണ് എന്ന് കൂടി റെയിൽവേ ഇക്കാര്യത്തിൽ വിശദീകരണമായി നൽകുന്നുണ്ട്. അരുൺ, 3 ലക്ഷം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത സലൂൺ കാറിലാണ് ഈ പൂജ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തീവണ്ടിക്കകത്തും പൂജ വരുന്നു, ഹണിമൂണുകൾ വരുന്നു, ഇല്ലേ? ഓരോരോ എന്താ പറയുക,